ഒരു മതം മതി, അത് ഭാരതം എന്ന് ആദ്യം ഒന്ന് ചിന്തിക്കുക. അപ്പൊ തന്നെ ആ മനപ്രയാസം മാറും. എല്ലാവർക്കും എല്ലാവരെയും സഹായിക്കാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാട് വേണം നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ. ഈ കർഷകരെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ഹൃദയം എന്ന് പറഞ്ഞില്ലേ? അതെന്താ പറയാൻ കാര്യം? കർഷകരുള്ള ഗ്രാമങ്ങളിലാണ്, കർഷകരിലാണ് ഇന്ത്യയുടെ ഹൃദയം. പക്ഷേ ഇന്ന് ഈ കർഷകർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കർഷകരെയാണ്. അതിന്റെ കാരണം കർഷകരിലൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ നാടിന് ഉയർച്ച ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം യാന്ത്രികമായ വളർച്ചയല്ലേ നമുക്കുണ്ടാകുന്നത്. ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നമ്മളങ്ങ് മാറുകയാണ്. കർഷക സംസ്കാരം നമ്മളങ്ങ് മറന്നു പോകുന്നു. ഇന്ന് ഇവിടെയുള്ള കർഷകരെ എല്ലാം പോകുന്നത് മറ്റ് പല സ്റ്റേറ്റുകളിലാണ്. ഗഫൂർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം വയനാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പൊ കർണാടകയിലാണ് കൃഷി ചെയ്യുന്നത്. അവിടെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടും. പിന്നെ അതിന് ജാർഖണ്ഡിൽ പോയി ഇഞ്ചി കൃഷി നടത്തുന്ന ഒരുപാട് മലയാളികളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മാവോവാദികൾക്ക് മാത്രം കുറച്ച് എന്തെങ്കിലും അതിൽ നിന്ന് ഒരു ഇത് കൊടുക്കണം, ശകലം നോക്കൂലി കൊടുക്കണം. അത് അവർക്ക് കൊടുക്കുന്ന നോക്കൂലി അത് നമുക്ക് മനസ്സിലാവും. കാരണം അവരുടെ തോക്കുണ്ട്. ഒരു തോക്കുമില്ല അവരുടെ നോക്കൂലി വായിക്കുന്നവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഞാൻ ചിന്തിച്ചതുള്ളൂ. കാരണം മാവോവാദികൾക്ക് ശകലം കൊടുത്താലും കുഴപ്പമില്ല. കാരണം അവര് ഒരുപാട് ആദിവാസി സമൂഹങ്ങളിൽപ്പെട്ടവരാണ്, അവർക്കൊന്നും ഇല്ലാത്തവരാണ്. അവരുടെ കാര്യം അഡ്രസ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവര് മാവോവാദികളായത്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അവരെ ഓടിച്ചിട്ട് വെടിവെച്ചു കൊല്ലുമ്പോൾ ആലോചിക്കണം, ഇങ്ങനെ ജനസമൂഹമുണ്ട്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരം ചെയ്യുന്നത് എന്താണ്? അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെടിവെച്ചു കൊല്ലുക. ഇതാ ചെയ്യുന്നത്. അത് ഏത് നിയമമാണ് നമ്മുടെ രാജ്യത്ത്? ഇങ്ങനൊരു നിയമമുണ്ടോ? അതാ പറഞ്ഞ അത് നമ്മൾ രാഷ്ട്രീയം വിട്ടേക്ക് സോമൻ, അത് കളഞ്ഞേക്ക്, അത് വേണ്ട, അത് നമുക്ക് നോക്കണ്ട. ഏത് രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ശരി, ഈ അവഗണിക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട ഈ സമൂഹങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മുദ്രാവാക്യത്തോടു കൂടി ഇങ്ങനെ ഒരു സംരംഭം, ഒരു സമ്മേളനം നടത്താൻ, അതും ചർച്ച, ഈ വിഷയങ്ങൾ, കാതലായ പ്രശ്നങ്ങളെല്ലാം ചർച്ച നടത്താൻ ഇതുപോലെ തുനിഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. കാരണം ഇനി ഇത് കൂടണം. കാരണം നമ്മൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം. ഇത് അഡ്രസ്സ് ചെയ്യാത്തതാണ് പ്രശ്നം. പിന്നെ എല്ലാവരും ഒന്ന് ഒരുമിക്കണം. അതാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഒഴിവാക്കപ്പെട്ടവരെന്ന് പറയുന്നവരുണ്ടല്ലോ, ആ സമൂഹം, അവർ ഒന്നാണെങ്കിൽ അവർക്ക് വലിയ ശക്തിയാണ്. ഇല്ലെങ്കിലോ ഒരു ശക്തിയില്ല. ബധിരകർമ്മങ്ങളിലേക്ക് മാറും നമ്മുടെ കരച്ചിൽ. അങ്ങനെ ആകരുത്. എല്ലാവർക്കും ഈ ശക്തി കിട്ടണം. അതിനു വേണ്ടി യത്നിക്കണം. എല്ലാവിധ ആശംസകളും. ഞാൻ കൂടുതൽ സമയം മാറ്റുന്നില്ല. കാരണം ഇന്നലെ രാത്രി 2 മണിയായി ഞാൻ ഒരു ഉദ്ഘാടനത്തിനുള്ളിടത്ത് പോയതാണ്. അത് കഴിഞ്ഞ് രാത്രി 2 മണിക്ക് ഞാൻ വലിയ ദീർഘയാത്ര കഴിഞ്ഞ് എത്തിയതാണ്. അതെനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്നതാണ്. ഒരു നല്ല മനുഷ്യൻ ഒരു വലിയ കാര്യം ചെയ്തു. ഒരു സ്പോർട്സ് സിറ്റി, ഒരു കുഗ്രാമത്തിൽ ഒരു സ്പോർട്സ് സിറ്റി സ്ഥാപിക്കുകയാണ്. അയാൾ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഏതാണ്ട് 14 കോടി രൂപ ചെലവാക്കി ചെയ്തേക്കുന്നതാണ്. 8 ഏക്കർ സ്ഥലത്ത്. ആരെങ്കിലും ചെയ്യൂ? അത് വന്ന് വിളിച്ചപ്പോൾ എനിക്ക് പാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇങ്ങനെ ഒരു സംരംഭം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ. അത് നടക്കുകയാണല്ലോ. അതിന് പോയിട്ട് വന്ന് ഏതാണ്ട് 1:30-2 മണിയായി വന്നു. അത് കഴിഞ്ഞ് ഇന്ന് എനിക്ക് വരാൻ പറ്റുന്നില്ല. നാളെ ഒരു പ്രോഗ്രാമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആകെപ്പടയെ ഞാൻ ക്ഷീണിതനാണ്. പിന്നെ നിങ്ങൾ ഇത് കേട്ട് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതൽ ഉപദ്രവിക്കുന്നില്ല. എല്ലാവിധ നന്മകളും നിങ്ങൾക്കൊക്കെ ആശംസിക്കുകയാണ്. ഈ സംഘടനകളെല്ലാം ഒന്നാകട്ടെ, ഒന്നായിട്ട് അങ്ങോട്ട് മാറട്ടെ. ആ ബലം നമ്മളൊന്ന് കാണിക്കണം. അതാണ് വേണ്ടത്. പഞ്ചാബിലെ ഹരിയാനയിലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം പ്രഖ്യാപിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് കിസാൻ, ജയ് ഹിന്ദ്.